പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് 1200 ധനു 20-ാം തീയതി, അതായത് 2025 ജനുവരി 4-ാം തീയതി ബുധൻ ബുധൻ്റെ ധനുരാശിയിലേക്കുള്ള രാശി മാറ്റവും അതിൻ്റെ ശുഭാശുഭ ഫലങ്ങളും മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എപ്രകാരമായിരിക്കുമെന്നുള്ള ഒരു തുറന്ന ചർച്ചയാണ്. ബുധനാണ് ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങളിൽ കൗശലത്തിൻ്റെ, ബുദ്ധികൂർമ്മതയുടെ, ബൗദ്ധികതലമായ എല്ലാ കലകളുടെയും ശില്പങ്ങളുടെയും ഒക്കെ തന്നെ അധ്യാപനം, റീഡിംഗ്, റൈറ്റിംഗ്, പ്രിൻറ്റിംഗ്, ഓൾ ന്യൂ ടെക്നോളജീസ്, ഈവൻ AI, ഇൻ്റലിജൻസ് ആയി ബന്ധപ്പെടുന്ന എല്ലാം നമുക്ക് ചിന്തിക്കേണ്ടുന്ന ഗ്രഹം. ബുധൻ ജ്യോതിഷത്തിൽ ചന്ദ്രപുത്രനാകുന്നു. അതിനാൽ സോമസ്യ അപത്യം പുമാൻ സൗമ്യ എന്ന നാമത്തിലൊക്കെ ബുധൻ അറിയപ്പെടുന്നു. ബുധൻ ഏറ്റവുമധികം അടുത്തു നിൽക്കുന്ന ഗ്രഹം സൂര്യനാകുന്നു. സൂര്യനും ബുധനും കൂടി ഒന്നിച്ച് യോഗമുള്ളപ്പോഴാണ് ദ്വിഗ്രഹയോഗം, നിപുണയോഗം എന്ന യോഗം ഉണ്ടാകുന്നു. ബുധേന നിപുണം ധീ കീർത്തി സൗഖ്യാനിതം. ബുധനും സൂര്യനും കൂടി യോഗം ചെയ്യുമ്പോൾ നിപുണയോഗം, സാമർഥ്യമുള്ള യോഗമുണ്ടാകുന്നു. ബുദ്ധിയും കീർത്തിയും അതിലൂടെ ധനമൊക്കെ സമ്പാദിക്കുവാൻ ഈ യോഗം പരിഹാരമാകുന്നു. സൂര്യനോട് ഏത് ഗ്രഹവും അടുത്ത് നിന്നാൽ മൗഢ്യം കൊടുക്കും. ബുധനും സൂര്യനും ഒന്നിച്ചാണെങ്കിലും പലപ്പോഴും ബുധന് മൗഢ്യമുണ്ടാകും. പക്ഷേ ഏകരാശിയിലാണെങ്കിൽ, ഒരേ രാശിയിലാണ് സൂര്യനും ബുധനുമെങ്കിൽ ആ മൗഢ്യത്തിന് അധികം പ്രസക്തിയില്ല. മറിച്ച് 2 രാശികളിൽ നിൽക്കുകയാണെങ്കിൽ ആ മൗഢ്യം വളരെ ദുർബലമാക്കും ബുധനെ. പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, ജ്യോതിഷികൾ നിങ്ങളോട് പറയാറുണ്ട്, മറഞ്ഞ ബുധൻ നിറഞ്ഞ വിദ്യയെ പ്രദാനം ചെയ്യുമെന്ന്. ബുധൻ മറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ആ ബുധൻ നല്ല വിദ്യയെ പ്രദാനം ചെയ്യുമെന്ന് പല ഉദാഹരണങ്ങളും നാം കാണാറുണ്ട്. അവിടെയും മൗഢ്യമില്ലാത്ത ബുധനാണെങ്കിൽ ഈ പറഞ്ഞ ജ്യോതിഷികളുടെ വാക്കുകൾ വളരെ പ്രസക്തമാണ്. നമുക്ക് മേടൻ രാശി മുതൽ 12 രാശിക്കാരുടെയും ഈ ബുധൻ്റെ രാശിചാരവുമായി ബന്ധപ്പെട്ട ശുഭാശുഭ ഫലങ്ങൾ ചിന്തിക്കാവുന്നതാണ്. ബുധൻ മാക്സിമം പരമാവധി ഒരു രാശിയിൽ നിൽക്കുക 30 മുതൽ 45 ദിവസം വരെയാണ്. 30 ദിവസം മാക്സിമം സൂര്യൻ നിൽക്കുമ്പോൾ ആ സൂര്യനോട് കൂടെ തന്നെ പലപ്പോഴും 5-10 ദിവസം അപ്പുറവും ഇപ്പുറവും നമുക്ക് കാണാം. അതിനാൽ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ബുധൻ ശത്രുക്ഷേത്രത്തിലാണ്, അപ്പോൾ എങ്ങനെ ഫലം ചെയ്യുമെന്നൊക്കെ. ആ ചോദ്യങ്ങൾക്ക് ചാരവശാലുള്ള ബുധൻ്റെ സഞ്ചാരത്തിൽ നമ്മൾ വലിയ രീതിയിൽ ആ ചോദ്യത്തിന്, ആ സംശയത്തിന് പ്രസക്തി കാണേണ്ട. ജാതകത്തിലാണെങ്കിൽ ബുധൻ ശത്രുക്ഷേത്രത്തിലാണ്. നേരെമറിച്ച് ആ ശത്രുവായ ഗ്രഹവും ബുധനും തമ്മിൽ 2, 11, 10, 4, 12 ഈ ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ തൽക്കാല സുഹൃത്തുക്കളുമാണ്. നമുക്ക് ആദ്യമായി മേടം രാശിയിലേക്ക് വരാം. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടം രാശിക്കാർക്ക് ബുധൻ ചാരവശാൽ 9-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. ധനു 20-ാം തീയതി, അതായത് ജനുവരി മാസം 4-ാം തീയതി. ഈ ബുധൻ നിങ്ങൾക്ക് പെട്ടെന്ന് ബുധൻ ശത്രുക്ഷേത്രത്തിലാണ്, വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്നു എന്ന് പറയാം. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, ഇത്ര കാലം വരെ ബുധൻ നിന്നിരുന്നത് വൃശ്ചികൻ രാശിയിൽ വളരെ ദുർബലമായിട്ടായിരുന്നു. അതിൽ നിന്നും വളരെയധികം വിഭിന്നമായി ബുധൻ ധനുരാശിയിലേക്ക് പ്രവേശിക്കുന്നത് വളരെ ആനുകൂല്യങ്ങൾ പ്രദാനം ചെയ്യും. സഹോദരങ്ങൾക്ക് വളരെയധികം ആനുകൂല്യങ്ങൾ വരും. സഹായികളെ കൊണ്ട് വളരെയധികം ഗുണഗണങ്ങൾ വരും. ശത്രുക്കൾ പോലും തങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് വരിക, ശത്രുക്കളെ കൊണ്ട് തനിക്ക് ധാരാളം ഗുണങ്ങൾ വരും. 9-ാം ഭാവത്തിൽ ബുധൻ നിന്നാൽ ആശ്രയഫലം ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാകുന്നു: നൃപസമ്മത പണ്ഡിത ആപ്തവാക്യ നവമേ. നൃപസമ്മത, തനിക്ക് രാജാക്കന്മാർ, അധികാരികളുടെ അംഗീകാരം ലഭിക്കുന്നു. പണ്ഡിത, പിണ്ട അസ്യ അസ്തി ഇതി പണ്ഡിത, ആത്മീയമായ ജ്ഞാനം തനിക്ക് ലഭിക്കുന്നു. ആപ്തവാക്യ, തൻ്റെ വാക്കുകൾക്ക് താൻ വില കൽപ്പിക്കുന്നു. ആ വില കൽപ്പിക്കലിലൂടെ താൻ വളരെ സ്ട്രെയിറ്റായ, സത്യസന്ധനായ,
കാര്യപ്രാപ്തിയുള്ള കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ചെയ്തു തീർക്കുന്നു എന്നുള്ള ധാരാളം അപദാനങ്ങൾ തങ്ങൾക്ക് വരുന്നു. തങ്ങളുടെ അപദാനങ്ങളെ വാഴ്ത്തപ്പെടുന്നു. ജിതസേവക, സേവകനായി നിന്ന് ജയിക്കുമെന്നാണ്. അതിനാൽ പലപ്പോഴും തൻ്റെ ബോസുകളുടെ അധികാരികളെ പ്രിയപ്പെട്ട ആളാകാൻ സഹായിക്കുന്നു മേടൻ രാശിക്കാർക്ക് ഈ 9ാം ഭാവത്തിലുള്ള ബുധൻ. നല്ല സേവകനാകുന്നു. അതേ രീതിയിൽ ബുധൻ തൻ്റെ ഹയർ ഒഫീഷ്യൽസ് ഇവരെയൊക്കെ മണിയടിച്ച് കാര്യങ്ങൾ നേടാം. ഈ സമയത്ത് പ്രത്യേകിച്ച് രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുന്ന വകുപ്പുകളിൽ ഡോക്യുമെൻസുമായിട്ട് ബന്ധപ്പെടുന്ന ആധാരമെഴുത്ത് ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, റിയൽ എസ്റ്റേറ്റുമായി പ്രവർത്തിക്കുന്നവർക്ക്, ഏജൻസ്, ബുധൻ, കമ്മീഷൻ ഏജൻസ്, ഗാംബ്ലിംഗ്, ലോട്ടറി വ്യാപാരങ്ങൾ ഇതുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾക്കൊക്കെ തന്നെ ഈ ബുധൻ വളരെയധികം നന്മയെ പ്രദാനം ചെയ്യും. അതുമാത്രമല്ല, ബുധൻ ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്. ബുധൻ സൂര്യനോടുകൂടി മൗഢ്യമില്ലാതെ തൽക്കാലം നിൽക്കുന്നു. അതിനാൽ നിപുണയോഗത്തിൻ്റെ പൂർണ്ണമായ പ്രസക്തി ഈ സമയത്ത് വരും. ആ കൗശലവും നൈപുണ്യവും പ്രശസ്തിയും കീർത്തിയും ഒക്കെ തന്നെ സമ്പാദിക്കാൻ വളരെയധികം സാഹചര്യങ്ങൾ ഈ 9ാം ഭാവത്തിലെ ബുധൻ ഉണ്ടാക്കുന്നു. 9ൽ ബുധൻ വരുമ്പോൾ ഭാവഫലം പറഞ്ഞിരിക്കുന്നതും ഇപ്രകാരമാകുന്നു. ധർമ്മേ സുത അർത്ഥ സുഖഭാഗ്. ശ്രുതം ശാസ്ത്രീയമായ ജ്ഞാനങ്ങൾ, അർത്ഥം ധനം, സുഖം എല്ലാ ഭൗതികമായ സുഖങ്ങളും ഇതൊക്കെ ഭജിക്കുന്നു. ഇതൊക്കെ തനിക്ക് വന്നു ചേരുന്നു. അതിനാൽ ആത്മീയമായ ഭൗതികമായ സുഖങ്ങളൊക്കെ തന്നെ ഈ ധനുരാശിയിൽ നിൽക്കുന്ന ബുധൻ മേടൻ രാശിക്കാർക്ക് പ്രദാനം ചെയ്യും. വളരെ നല്ലൊരു സമയമാകുന്നു മേടൻ രാശിക്കാർക്ക്. കഴിഞ്ഞ കുറച്ച് ദിനങ്ങളായി, ഏകദേശം ഒരു മാസത്തോളമായി അനുഭവിച്ചിരിക്കുന്ന മാനസിക പ്രയാസങ്ങൾ, അല്ലെങ്കിൽ വിലപ്പെട്ട രേഖ നഷ്ടപ്പെട്ടു, ആ രേഖയ്ക്ക് വേണ്ടി ഓടി നടക്കുന്ന സമയത്ത് ഇതാ രേഖ ലഭിച്ചിരിക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ നഷ്ടപ്പെട്ടു. മാനസിക പ്രയാസം വരുമ്പോൾ ആരെങ്കിലും ഇതാ അത് ലഭിച്ചിരിക്കുന്നു, നിങ്ങൾ സ്വീകരിക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ വരുന്ന സമയമാകുന്നു. അതിനാൽ നല്ല ഒരു ഫലത്തെ മേടൻ രാശിക്കാർക്ക് ബുധൻ പ്രദാനം ചെയ്യുന്നു. തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുമെന്നാണ് ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത്. ബുധേ ധർമ്മകേ ധർമ്മശീല അതിധീമാൻ. 9ൽ ബുധൻ വരുമ്പോൾ ധാർമ്മികമായ മതപരമായ ശീലങ്ങൾ, താല്പര്യങ്ങൾ വരും. അതിധീമാൻ നല്ല ബുദ്ധി പ്രകടിപ്പിക്കും. ഭവേ ദീക്ഷിത സ്വർദുനീ സ്നാതക. ദീക്ഷയെടുത്ത് ഗംഗയിൽ പോയി കുളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ധാരാളം അയ്യപ്പസ്വാമിമാർ ഗംഗ എന്നറിയപ്പെടുന്ന പമ്പയിൽ പോയി സ്നാനം ചെയ്യുന്നു. അതാണ് ദീക്ഷയെടുത്ത് സന്യാസിമാരൊക്കെ തന്നെ ശബരിമലയിൽ പോകുന്ന സമയമാകുന്നു. കുലോദ്യോതകൃത് ഭാനുവത്. സൂര്യനെ പോലെ തന്നെ കുലത്തിനെ മഹിമ ഉണ്ടാക്കുന്നു. കാരണം 9ാം ഭാവം എന്താകുന്നു? ഭാഗ്യധർമ്മ ദയാപുണ്യ തപസ്താത സുധാത്മജാഹ. ദാനോപാസന സൗശീല്യ ഗുരവോ നവമാദമി. ഗുരുക്കന്മാരാകുന്നു. ഭാഗ്യം, ധർമ്മം, ദയാ, പുണ്യ, തപസ് ഇതൊക്കെയാണ് 9ാം ഭാവം. അതിനെയൊക്കെ ബുധൻ എന്ത് ചെയ്യുന്നു? അതിനെയൊക്കെ ദ്യോതിപ്പിക്കുന്നു. തൻ്റെ കുലത്തിന് പേര് ഉണ്ടാക്കുന്നു, പ്രശസ്തി ഉണ്ടാക്കുന്നു. വിദ്യാർത്ഥികൾക്ക് വളരെയധികം അനുകൂലമായ സമയമാണ്. സ്കോളർഷിപ്പ് നേടാം. അവരുടെ പ്രശസ്തി ലോകം മുഴുവൻ വ്യാപിക്കും. ആ രീതിയിൽ തൻ്റെ മക്കൾക്കൊക്കെ, അല്ലെങ്കിൽ സഹോദരൻ്റെ മക്കൾക്കൊക്കെ, അല്ലെങ്കിൽ സഹോദരൻ്റെ ഭാര്യയ്ക്കൊക്കെ തന്നെ ധാരാളം പേരും പ്രശസ്തിയും ഉണ്ടാകുന്ന മഹനീയമായ അവസരങ്ങൾക്ക് 9ലെ ബുധൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. നിങ്ങൾ വെറുതെ ഇരിക്കരുത്. താൻ പാതി ദൈവം പാതി എന്നാണ്. താൻ പകുതി അധ്വാനിച്ചാൽ പകുതി ദൈവം തരും. ഭൂമിപാലാത്. രാജാവിൽ നിന്നും ധനമുണ്ടാകുന്നു. രാജാക്കന്മാരെ പോലെ തനിക്ക് അധികാരം ലഭിക്കുന്നു. പ്രതാപാധികോ ബാധകോ ദുർമുഖാനം. ദുർമുഖന്മാർ, മുഖം ചുളിച്ചിരിക്കുന്ന, മുഖത്ത് പ്രസന്നതയില്ലാത്ത ആളുകളെ തൻ്റെ ആ ദൗത്യത്തിലൂടെ അവരെ സുപ്രസന്നരാക്കാൻ, അവരുടെ മുഖത്ത് നല്ല തെളിച്ചം വരുവാൻ സഹായിക്കുന്നു. അതിനാൽ ബുധൻ്റെ ജോലി തന്നെ ജ്യോതിഷത്തിൽ ദൗത്യമാകുന്നു. നല്ല ദൂതനാകുന്നു, നല്ല മിഡിൽ മാൻ ആകുന്നു. കാര്യങ്ങൾ മധ്യസ്ഥത വഹിക്കുക, അതിലൂടെ തനിക്ക് പേരും പ്രശസ്തിയും ഉണ്ടാവുക. ഇപ്പോൾ ഈ സമയത്തൊക്കെ രാഷ്ട്രീയക്കാർക്കൊക്കെ വളരെയധികം പ്രയാസങ്ങളുള്ള പ്രശ്നങ്ങളുടെ സമയത്തൊക്കെ മധ്യസ്ഥത വഹിച്ച് തങ്ങളുടെ റോൾ ഭംഗിയാക്കാൻ അസുലഭമായ അവസരം വരുന്ന സമയമാണ്. ഇതിനെ പരമാവധി ഉപയോഗിക്കണം മേടം രാശിക്കാർ. എല്ലാ പ്രിയപ്പെട്ട മേടൻ രാശിക്കാർ, വളരെ അനുകൂലമായ ഈ ബുധൻ്റെ ധനുരാശിയിലേക്കുള്ള ഈ മാറ്റത്തെ പോസിറ്റീവായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ. നന്നായി നരസിംഹമൂർത്തി മന്ത്രം ജപിക്കുക. ഓം ലക്ഷ്മി നരസിംഹമൂർത്തയേ നമഃ എന്ന പ്രാർത്ഥന വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. ചിന്മുദ്രയിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുക. അതിനു പുറമെ പാനകം, തുളസിമാല, ഭാഗ്യസൂക്ത അർച്ചന ചെയ്യുന്നതും വളരെ ഗുണമാണ്. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ഇടവം രാശിക്കാരുടെ ഈ ബുധൻ്റെ ചാരവശാലുള്ള ശുഭാശുഭ ഫലങ്ങളാണ്.
കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകീര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. ഇടവൻ രാശിക്കാർക്ക് ഇന്ന് ബുധൻ നിൽക്കുന്നത് പ്രായണ ഒരു നല്ല സ്ഥാനത്തല്ല, 8ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഇടവൻ രാശിക്കാർക്ക് 2 ഗ്രഹങ്ങളുടെ ആധിപത്യമുണ്ട്. ബുധനി 2ാം ഭാവത്തിൻ്റെയും 5ാം ഭാവത്തിൻ്റെയും. 2ാം ഭാവം എന്നാൽ വിത്തമാണ്, ധനമാണ്. താൻ ഭരിക്കപ്പെടുന്ന വ്യക്തികളാണ്, തൻ്റെ വാക്കുകളാകുന്നു, തൻ്റെ വലത്തെ കണ്ണാകുന്നു, വിവിധ തരത്തിലുള്ള വിദ്യകളാകുന്നു. ഈ ഭാവാധിപനായ ബുധനാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത്. താൻ വാക്കുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാക്കരുത്. ലക്ഷ്മീർ വസതി ജിഹ്വാഗ്രേ ജിഹ്വാഗ്രേ മിത്രബാന്ധവാഹ ബന്ധനം ചെയ്യുക ജിഹ്വാഗ്രേ ജിഹ്വാഗ്രേ മരണം ധ്രുവം. നമ്മുടെ നാവിൻ തുമ്പിന്മേലാകുന്നു നമ്മുടെ ലക്ഷ്മിത്വം. നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുക്കളൊക്കെ നമ്മുടെ നല്ല വാക്കുകളും നമ്മുടെ നാവുമാണ്. നമ്മളെ ബന്ധിക്കുന്നതും നമ്മളെ പ്രയാസത്തിൽപ്പെടുത്തുന്നതും നമ്മുടെ നാവാണ്. നമ്മളെ കൊല്ലുന്നതും നമ്മളെ അങ്ങേറ്റം ക്ലേശത്തിലാക്കുന്നതും നമ്മുടെ നാവാണ്. അതിനാൽ വാവിട്ട വാക്കും കൈവിട്ട ആയുധവും ഒരിക്കലും ഇടവൻ രാശിക്കാർ ഉപയോഗിക്കാൻ പാടില്ല. തൻ്റെ വാക്കിലൂടെ വരുന്ന മോശപ്പെട്ട വാക്കുകൾ അത് പലപ്പോഴും സമൂഹത്തിൽ അല്ലെങ്കിൽ വ്യക്തിബന്ധത്തിൽ, കുടുംബത്തിൽ കലഹങ്ങളുണ്ടാക്കും, തെറ്റിദ്ധരിക്കപ്പെടും താൻ. അതിനാൽ വിടുവാക്ക് പറയാതിരിക്കുക. ആയുധം കൈവിട്ടാൽ പിന്നെ അത് ശത്രുവിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തും, ശത്രുവിനെ നശിപ്പിക്കും. അങ്ങനെയാണ് മരണമൊക്കെ നടക്കുന്നത്. അതിനാൽ ഒരു തരത്തിലുള്ള പ്രകോപനവും വാക്കിലൂടെ ഉണ്ടാക്കാൻ പാടില്ല ഇടവം രാശിക്കാർ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, അന്യദേശ പഠനത്തിന് വളരെ ഗുണം ചെയ്യും ഈ ബുധൻ. ഭവന്തീഹ ദേശാന്തരെ വിസ്തൃതാഹ, അന്യദേശത്ത് പേരും പ്രശസ്തിയും ഉണ്ടാകും. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ട് വളരെ ശ്രദ്ധിക്കണം. താൻ കാശ് കൊണ്ട് കളിച്ച് കാശിലൂടെ ധനനഷ്ടം വരേണ്ടുന്ന സമയമാണ്. അതിനാൽ ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ട് ഷുഡ് ബി വെരി കെയർഫുൾ. ശ്രദ്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. പ്രത്യേകിച്ച് ഊഹക്കച്ചവടം, ലോട്ടറി കച്ചവടം, ഷെയർ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെടുന്ന വ്യക്തികളൊക്കെ തന്നെ വളരെയധികം ശ്രദ്ധിക്കുക. തനിക്ക് പലപ്പോഴും ഓർമ്മക്കുറവ് വന്ന് പലപ്പോഴും പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതിനാൽ വളരെ ശ്രദ്ധിക്കണം. അനാവശ്യമായ റാഷ് പ്രോമിസസ്, ഒരു ഉത്തരവാദിത്തങ്ങളും ഒരു വാഗ്ദാനങ്ങളും ആർക്കും നൽകരുത്. തൻ്റെ രേഖ നശിച്ചു പോകും. അതിനാൽ എന്ത് വിഷയങ്ങളും നല്ല രേഖയിൽ മാത്രം എഴുതി തയ്യാറാക്കിയതിന് ശേഷം, ഡ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം, പരസ്പരം ഒപ്പിട്ടതിന് ശേഷം മാത്രമേ ധനപരമായ വിഷയങ്ങളിലോ രജിസ്ട്രേഷനായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലോ തനിക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുകയുള്ളൂ, കഴിയണം. ഇല്ലെങ്കിൽ തൻ്റെ വാക്കുകൾ, ഇയാൾ വിടുവാക്ക് പറയുന്ന വ്യക്തിയാണ്, ഇയാൾ വാക്കിന് വിലയില്ല എന്ന രീതിയിലൊക്കെ തന്നെ അനാവശ്യമായ വാഗ്വാദങ്ങൾ വാക്കിലൂടെ വരുന്നതാണ്. ശ്രദ്ധിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട ഭാവം 5ാം ഭാവാധിപനാണ് ബുധൻ. പ്രജ്ഞ, മേധ, പ്രതിഭ, വിവേകശക്തി, പുരാതനം, പുണ്യം, മന്ത്ര, അമാത്യ, തനൂജാഹ, പഞ്ചമത, സൗമനസ്യമഭിചിന്തം. നല്ല സൗമനസ്, നല്ല മനസ്സിനെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ് 5ാം ഭാവാധിപത്യമുള്ള ഗ്രഹം. അത് അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് പലപ്പോഴും കൈമോശം വരും. പലപ്പോഴും സഹായം ചെയ്യേണ്ടുന്ന സമയത്തൊക്കെ നമുക്ക് സഹായം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. പ്രതിഭാപതി 5ാം ഭാവാധിപനാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത്. അന്യദേശത്ത് പോയി പഠിക്കാം, ബിരുദം നേടാം, അതിലൂടെ പേരും പ്രശസ്തിയും ഉണ്ടാക്കാം. അഷ്ടമത്തിൽ ബുധൻ വന്നാൽ അങ്ങനെയൊരു ഗുണമുണ്ട്. ശതഞ്ജീവിനോ രന്ധ്രകേ രാജപുത്രേ ഭവന്തിയ ദേശാന്തരേ വിസ്തൃതാഹ, 100 ആയുസ് ജീവിക്കും, അന്യദേശത്ത് പേരും പ്രശസ്തിയും ഉണ്ടാകും. നിധാനം നിർവാദ് വിക്രയാത്വാ, തൻ്റെ ഉത്സാഹത്തിലൂടെ പരാക്രമത്തിലൂടെ രാജാവ്, അധികാരികൾ തനിക്ക് ഇരിപ്പിടം നൽകുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. യുവത്യുത്സവം ക്രീഡനം പ്രീതിമന്ദ, യുവതികളുമായിട്ട് ഉത്സവമുണ്ടാകുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. ക്രീഡകളിൽ ഏർപ്പെടുന്നൊരു ഫലത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ വളരെ ശ്രദ്ധിക്കണം. അഷ്ടമത്തിൽ സൂര്യനാണ്. അഷ്ടമത്തിൽ സൂര്യൻ വന്നാൽ എടുത്തു ചാടി സ്ത്രീ വിഷയത്തിൽ പോയി ചാടി പേര് ദോഷം വരും, മാനഹാനി വരുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അതിനാൽ സ്ത്രീ വിഷയം, പ്രത്യേകിച്ച് കുമാരിമാരുമായി അല്ലെങ്കിൽ കുമാരന്മാരുമായി, കാരണം ബുധൻ കുമാരനാണ്, കുട്ടിയാണ്. പലപ്പോഴും ഒളിച്ചോട്ടങ്ങൾ നടത്തുക, പ്രായത്തിന് മുമ്പേയുള്ള പക്വത പ്രകടിപ്പിക്കാതെ അവിടെയും ഇവിടെയുമായി അലഞ്ഞു നടക്കുക, സഞ്ചരിക്കുക, പബ്ലിക്കായി യാതൊരു സങ്കോചമില്ലാതെ ഇന്ന് സംസാരിക്കുന്ന ധാരാളം പേര് നാം കാണാം. മുതിർന്നവരെ ബഹുമാനിക്കാതെ സംസാരിക്കുക, ഇതൊക്കെ വളരെ ദോഷമായി വരും. അതിനാൽ ശ്രദ്ധിക്കുക. എടുത്തുചാടി ക്ലേശങ്ങളിൽ പോകരുത്. പേരുദോഷം സ്ത്രീ വിഷയത്തിൽ വരുന്ന സമയമാണ്. അഷ്ടമത്തിൽ സൂര്യൻ വരുമ്പോൾ അങ്ങനെയാണ്. ആ ബുധനോട് കൂടെ നിൽക്കുമ്പോൾ ആ ദോഷത്തെ ഒന്നും കൂടി ദ്യോതിപ്പിക്കുന്നു ആ ബുധൻ. പാപഗ്രഹങ്ങളോട് നിന്നാൽ പാപനാണ്, ശുഭഗ്രഹങ്ങളോട് നിന്നാലോ ശുഭനാണ്. അതിനാൽ ഇവിടെ പാപഗ്രഹം സൂര്യൻ അങ്ങേയറ്റം ദുർബലമായി 8ാം ഭാവത്തിൽ നിൽക്കുന്നു. കുടുംബത്തിൽ സമാധാനം നമ്മളെക്കൊണ്ട് കുറയും. കാരണം ബുധൻ 5ാം ഭാവാധിപനാണ്. അനാവശ്യമായ വാഗ്വാദങ്ങൾ, അച്ഛനും മക്കളും തമ്മിൽ
അല്ലെങ്കിൽ അമ്മയും മക്കളും തമ്മിൽ വളരെയധികം മോശമായ രീതിയിലുള്ള ബന്ധങ്ങൾ വരുന്ന സമയമാണ്. വളരെ ധിക്കാരപരമായി മക്കൾ പെരുമാറുക. അങ്ങനെ മാനസികമായി അച്ഛനും അമ്മക്കും മക്കളുടെ വിഷയത്തിൽ വളരെയധികം ടെൻഷൻ അനുഭവിക്കേണ്ടുന്ന സമയമാകുന്നു ഈ ധനുവിലേക്കുള്ള ബുധൻ്റെ വരവ്. ഇവിടെ ധർമ്മദൈവ പ്രീതിയാണ് ഏറ്റവും വലിയ പരിഹാരം. തന്നെ ധർമ്മദൈവ സങ്കേതത്തിൽ വിളക്കുമാല പായസം എല്ലാ മലയാള മാസം 1-ാം തീയതി ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ധർമ്മദൈവ സങ്കേതത്തിൽ അവിടെ ദേവതകൾക്ക് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. വിളക്കിലേക്ക് എണ്ണ. ഇപ്പം വടക്കൻ മലബാറിൽ ഉത്സവത്തിൻ്റെ സമയമാണ്. ഉത്സവത്തിന് ഒരു ദിവസത്തിന് വേണ്ടുന്ന അന്നദാനത്തിൽ നമ്മളുടെ രീതിയിൽ അവിടെ സമർപ്പിക്കുക, വിളക്കിലേക്ക് എണ്ണ സമർപ്പിക്കുക. ഇപ്രകാരം ഈ ബുധൻ്റെ മറഞ്ഞു നിൽക്കുന്ന ബുധനെ സഹായകരമായ രീതിയിൽ എത്തിക്കേണ്ടത് നമ്മളുടെ ദൗത്യമാണ്. മന്ത്രത്തിന് പ്രാമുഖ്യം കൊടുക്കണം. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഃ എന്ന മന്ത്രം നരസിംഹക്ഷത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന വഴിപാടായി സമർപ്പിക്കുക. ആഭരണങ്ങൾ നഷ്ടപ്പെടാതെ നോക്കണം. നമ്മുടെ വില കൂടിയ ആഭരണങ്ങൾ നഷ്ടപ്പെടും. പലപ്പോഴും പാസ്പോർട്ട്, വിലപ്പെട്ട രേഖകൾ ഇതൊക്കെ തന്നെ അവിടെയും ഇവിടെയും വെച്ച് ശ്രദ്ധിക്കാതെ അവസാനം അതിൻ്റെ പിറകെ അലയുക, ഓടുക. മൊബൈൽ നഷ്ടപ്പെടുക, മൊബൈൽ എവിടെയും വെച്ചിട്ട് തനിക്ക് ലഭിക്കാതിരിക്കുക. ഇതൊക്കെ തന്നെ ഓൾ ഡോക്യുമെൻറ്റ്സ് പാർട്ട് ഷുഡ് ബി വെരി കെയർഫുൾ. കാരണം ബുധൻ അങ്ങനെയൊരു ദോഷമുണ്ടാകും. അന്യദേശത്ത് പേര്, പ്രശസ്തി, മക്കളുടെ വിദ്യാഭ്യാസം പലപ്പോഴും അച്ഛനും അമ്മയ്ക്കും മക്കൾ ഈ ഒരു സമയത്ത് മാറി പോകേണ്ട സമയമാണ്. അതിനാൽ അവർ മാറിപ്പോയാൽ അവരുടെ ആ വിരഹം വളരെയധികം മാനസികമായി ക്ലേശിപ്പിക്കും ഇടവം രാശിക്കാരെ. മേൽപ്പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ട ഇടവൻ രാശിക്കാർക്കും അതിശോഭനമായ നല്ലൊരു ഭാവിയെ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മിഥുന രാശിക്കാരുടെ ബുധൻ്റെ ഈ ചാരവശാലുള്ള മാറ്റവും അതിൻ്റെ ശുഭാശുഭ ഫലങ്ങളുമാണ്. മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര, പുണർന്ന നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ മിഥുന രാശിക്ക് ഒരു പ്രത്യേകതയുണ്ട്. മിഥുന രാശിക്കാർക്ക് ഈ ബുധൻ രാശിയുടെ അധിപനാകുന്നു. അതേ രീതിയിൽ 4-ാം ഭാവാധിപത്യവും ബുധനുണ്ട്. ലഗ്നാധിപനും മിഥുന രാശിയുടെ ആധിപത്യമുള്ള ബുധന് കന്യരാശിയുടെ ആധിപത്യമുണ്ട്. നല്ല ഇഷ്ടഭാവങ്ങളാകുന്നു മിഥുന രാശിക്കാർക്ക് ബുധൻ. അവരുടെ ലഗ്നാധിപനാകുന്നു, രാശിയുടെ അധിപനാകുന്നു, 4-ാം ഭാവാധിപനുമാകുന്നു. ആ ബുധൻ നിൽക്കുന്നതാകട്ടെ ഏറ്റവും നല്ല 7-ാം ഭാവത്തിലാകുന്നു. 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ തൻ്റെ ലഗ്നഭാവത്തിലേക്ക്, മിഥുന ഭാവത്തിലേക്ക് നോൽക്കുന്നു. അതൊരു രാജയോഗമാണ്. ഒരു ഗ്രഹം ആ രാശിയുടെ ആധിപത്യമുള്ള ഭാവത്തിലേക്ക് നോക്കിയാൽ അത് രാജയോഗമാണ്. ആ ബുധൻ നിബിഡയോഗം പ്രദാനം ചെയ്യുന്നു. അതിനാൽ ഈ ബുധൻ്റെ ഈ ചാരവശാലുള്ള മാറ്റം മിഥുന രാശിക്കാർക്ക് വളരെ ഗുണമാണ്. ഇവിടെ ശരിക്കൊരു രാജയോഗമാണ് ബുധൻ ചെയ്യുന്നത്. ശുഭഗ്രഹങ്ങൾക്ക് 7-ാം ഭാവം വളരെ നല്ലതാണ്. അവിടെ സൂര്യനൊരു പാപഗ്രഹമാണെങ്കിലും നല്ല ഫലമാണ്, ആശ്രയ ഫലമാണ് ധനുരാശിയിലെ സൂര്യന് പറഞ്ഞിരിക്കുന്നത്. ആ സൂര്യൻ്റെ 7-ാം ഭാവത്തിലേക്കുള്ള കുറേ ബുദ്ധിമുട്ടുകളെ ഈ ബുധൻ്റെ ആ കോമ്പിനേഷൻ, ദിഗ്രഹ യോഗം ഒരു പരിധിവരെ ആ സൂര്യൻ്റെ ആ ജ്വലിക്കുന്ന സ്വഭാവത്തിന് ഒരു പരിധിവരെ മാറ്റം വരുത്തുവാൻ ഈ ബുധന് കഴിയും. ഭൂമിപരമായ ചിന്തകൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. തനിക്ക് ഭൂമി ലഭിക്കുന്നു, ഭൂമി വാങ്ങാം. അല്ലെങ്കിൽ ഭൂമി വിൽപ്പനക്കുണ്ടെങ്കിൽ നല്ല ബ്രോക്കറുടെ സേവനം ഉപയോഗിച്ച് തൻ്റെ ഭൂമി വിൽക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, വിവാഹ വിഷയങ്ങൾക്ക് തീരുമാനമാകുന്നു. യുവതി യുവാക്കൾക്ക് പരസ്പരം കാണുവാനും ആകർഷിക്കുവാനും വിവാഹത്തിൽ എത്തിച്ചേരുവാനും, പെണ്ണ് കാണൽ ചടങ്ങ് അല്ലെങ്കിൽ വരനെ കാണുന്ന ചടങ്ങ്, ഇതിനൊക്കെ ഈ ബുധൻ വളരെ ഗുണമാണ്. നിങ്ങൾക്ക് നല്ല വാഹനങ്ങൾ എടുക്കാൻ അനുകൂലമായ സമയമാണ്. നല്ല ജോലിയിലേക്ക് പ്രവേശിക്കാം ഈ ഒരു സമയം. വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. തനിക്ക് തീരെ നഷ്ടപ്പെട്ട് എന്ന് വരുന്ന ധനം നയത്തിലൂടെ, യുക്തിയിലൂടെ, ബുധൻ യുക്തിയുടെ ആളാണ്, നയത്തിൻ്റെ ആളാണ്. അല്ലെങ്കിൽ തനിക്ക് കിട്ടുവാനുള്ള ധനം നല്ല മധ്യസ്ഥത വഹിച്ച് മധ്യസ്ഥതയിലൂടെ കൈവശപ്പെടുത്തുവാനുള്ള രേഖകൾ നിങ്ങൾക്ക് സമ്പാദിക്കാം. അതിനാൽ വളരെ അനുകൂല സ്ഥിതിയിലാണ് ഈ ബുധൻ നിൽക്കുന്നത്. ആ ബുധനെ വേണ്ട രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുക. പലപ്പോഴും വിദേശത്തുള്ള സുഹൃത്ത് തന്നെ വിളിച്ച് തന്നെ സൽക്കരിക്കുക, തനിക്ക് അവസരങ്ങൾ തരിക, അല്ലെങ്കിൽ തന്നെ വിദേശ യാത്ര അത് തയ്യാറാക്കാൻ ഏറ്റവും അനുകൂലമായ സമയമാകുന്നു. ഈ 12 രാശികളിലും ഈ ബുധൻ്റെ ചാരവശാലുള്ള മാറ്റം വളരെ അനുകൂലമായി കാണപ്പെടുന്നത് മിഥുനം രാശിക്കാർക്കാണ്. അതിനാൽ മിഥുനം രാശിക്കാർ ഉത്സാഹിക്കുക. കാരണം ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യും. ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോ സമയത്താണ് ഫലം. വ്യാഴവും ശുക്രനും മധ്യകാലത്ത് ഫലം ചെയ്യുന്ന ഗ്രഹങ്ങളാണ്. സൂര്യനും ചൊവ്വയും ആദ്യകാലത്ത് ഫലം ചെയ്യുന്നു. ശനിയും ചന്ദ്രനും അവസാന കാലത്ത് ഫലം ചെയ്യുന്നു. പക്ഷേ ബുധൻ
ഏത് കാലത്തും ഫലം അനുകൂലമായി വരുത്തുന്നു. അതിനാൽ വളരെയധികം ഉത്സാഹിക്കുക. ചമത്കാര ചിന്താമണിയിൽ വളരെ നല്ല ഫലമാണ് 7-ാം ഭാവത്തിലെ ബുധന് പറഞ്ഞിരിക്കുന്നത്. സുതശീലകോ സത്തമസ്തോ യുവത്യ വിധത്തെ മുതം തുച്ഛവീര്യം ച ഭോഗം അനസ്തംഗതോ ഹേമോ ദേഹശോഭാം ന ശക്നോതി തൽ സമ്പദോ വാന കർത്തും. 7-ാം ഭാവത്തിൽ ബുധൻ നിന്നാൽ സ്ത്രീകൾക്ക് വളരെയധികം സന്തോഷത്തെ പ്രദാനം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല ശരീരകാന്തി ഉണ്ടാകും. ആ ശരീരകാന്തിയിൽ മറ്റുള്ളവർ ആകർഷിക്കപ്പെടുന്നു. മറ്റുള്ളവർക്ക് തങ്ങളെ അനുകരിക്കാൻ വയ്യാത്ത വിധം സാമ്പത്തികമായ ഒരു ഉയർച്ച ഉണ്ടാകുന്നു. അതിനാൽ റിയൽ എസ്റ്റേറ്റുകാർ, ബ്രോക്കർമാർ, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് വളരെയധികം അനുകൂലമായ സമയമാണ് ഈ ബുധൻ്റെ ധനുരാശിയിലേക്കുള്ള പ്രയാണം. വളരെയധികം ഉത്സാഹിക്കുക. നല്ല സുഹൃത്തുക്കളെ ലഭിക്കുക, അതിലൂടെ വളർച്ച ഉണ്ടാവുക, യാത്ര വളരെ അനുകൂലമാവുക. അതിനാൽ അതിനുവേണ്ട എല്ലാ ശ്രമങ്ങളും മിഥുന രാശിക്കാർ നടത്തുക. നരസിംഹക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന, സുദർശന പുഷ്പാഞ്ജലി വഴിപാട് ചെയ്യുക. ഓം ലക്ഷ്മി നരസിംഹമൂർത്തയെ നമഃ എന്ന പ്രാർത്ഥന മൾട്ടിപ്പിൾ ഓഫ് 9, 9, 18 അല്ലെങ്കിൽ 27 തവണ ചൊല്ലുക. വളരെ അനുകൂലമാവട്ടെ ഈ ബുധൻ്റെ ധനുരാശിയിലേക്കുള്ള മാറ്റം. എൻ്റെ പ്രിയപ്പെട്ട മിഥുന രാശി പ്രേക്ഷകർക്ക് നമസ്തേ.